KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ കത്തോലിക്ക സഭ ഇടപെട്ടുവെന്ന വാർത്തയെ രൂക്ഷമായി വിമർശിച്ച് ദീപിക മുഖപ്രസംഗം. അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്നും ആരെയാണ് അധ്യക്ഷനാക്കേണ്ടത് സംബന്ധിച്ച കാര്യങ്ങളിൽ കത്തോലിക്ക സഭ ഇടപെട്ടുവെന്ന പരാമർശങ്ങളിലാണ് ദീപിക ദിനപത്രം ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതിയത്. അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ആധികാരികതയുടെ യാതൊരു പിൻബലവും ഇല്ലാതെയാണ് മതനേതാക്കളുടെ ഇടപെടലുകൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയിലെ തീരാവ്യാധിയും അന്തഛിദ്രവും തീരാവ്യാധിയായ അധികാരക്കൊതിയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആരെയെങ്കിലും പ്രസിഡന്റാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് മുഖപ്രസംഗം സൂചിപ്പിക്കുന്നത്. K. സുധാകരന് പകരം ക്രൈസ്തവ വിഭാഗത്തിലുള്ള KPCC അധ്യക്ഷനെ നിയമിക്കണമെന്ന നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ നിന്നും ആദ്യമേ പുറത്തു വന്നിരുന്നു. കോൺഗ്രസിന്റെ പല നിലപാടുകളിലും ക്രൈസ്തവർക്ക് വിയോജിപ്പ് പരിഹരിക്കാൻ അത്തരമൊരു നീക്കം സഹായിക്കുമെന്ന് പാർട്ടിയിൽ അഭിപ്രായം ഉണ്ടായിരിക്കാം. ഇതിന്റെ മറപിടിച്ചാകാം കത്തോലിക്ക സഭ നേതൃസ്ഥാനത്തേക്ക് ആളെ നിർദ്ദേശിച്ചു എന്ന തരത്തിലുള്ള കിംവദന്തികൾ പരന്നത് എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. ഷിക്കാനാനൂസ്, തിരുവനന്തപുരം.